ആ നദിയിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നൊരു സീനുണ്ട്. ഓ, കാണാൻ പറ്റൂല. അമ്മാരി മേക്കിംഗ് ആണ് ഈ സിനിമ. സിനിമാ വിശേഷങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ നടുക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകളാണ് ഹിരോഷിമ നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചതും പിന്നെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കൂട്ടക്കൊലയും. 5 ഓസ്കാർ അവാർഡ് നോമിനേഷൻസ്, 9 ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാഡമി അവാർഡ് നോമിനേഷൻസ്, കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പിക്സ് അവാർഡ്, ഫിപ്രസി അവാർഡ്, ഇങ്ങനെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബെസ്റ്റ് ഓഷ്വിറ്റ്സ് മൂവി ഓഫ് ഓൾ ടൈം 2023 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഞാൻ കണ്ട ജൊനാഥൻ ഗ്ലേസർ സംവിധാനം ചെയ്ത ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിനകത്ത് ഒരൊറ്റ യുദ്ധ സീനുകളോ കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്തെ കൂട്ട കൊലപാതകങ്ങളോ ഗ്യാസ് ചേംബറിനകത്തെ ക്രൂരതകളോ മൃതശരീരങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കമാൻഡറായ റുഡോൾഫ് ഹെസ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ആണ് ഈ സിനിമയുടെ പ്രധാന കഥാപരിസരവും കഥാപശ്ചാത്തലവും. പൂന്തോട്ടം, പിന്നെ അവരുടെ പോഷ് ലൈഫ്, അവരുടെ ഭക്ഷണം, മദ്യം, ഇതൊക്കെയാണ് അയാളുടെ ഒരു ലൈഫ്. അതേസമയം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറം കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഉയരുന്ന കൂട്ട നിലവിളികളും കരച്ചിലുകളൊക്കെയാണ്. ഗ്യാസ് ചേംബറിൽ നിന്നും ആയിരക്കണക്കിന് ആളെ ചുട്ടു കൊന്നിട്ട് അതിൻ്റെ പുക, മൃതശരീരങ്ങൾ കത്തിയതിൻ്റെ ഒരു ശവത്തിൻ്റെ ഒരു ഗന്ധം വരെ നമുക്ക് ഈ മൂവി കാണുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. തൊട്ടപ്പുറത്ത് ഈ ക്രൂരതകളൊക്കെ നടക്കുകയാണ്. ഫാമിലി ഇതൊന്നും അറിയുന്നില്ല. അവർ ചിരിക്കുന്നു, കളിക്കുന്നു. ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പ് കമാൻഡർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു നദിയിൽ, ഒരു പുഴയിൽ ഇങ്ങനെ കുളിക്കുന്നൊരു സീനുണ്ട്. ആ നദിയിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നൊരു സീനുണ്ട്. ഓ, കാണാൻ പറ്റൂല. അമ്മാരി മേക്കിംഗ് ആണ് ഈ സിനിമ. യുദ്ധം 2 രാജ്യങ്ങൾ തമ്മിലായാലും 2 വ്യക്തികൾ തമ്മിലായാലും 2 ഹൃദയങ്ങൾ തമ്മിലായാലും അവസാനം തിരിച്ചറിവ്, അവശേഷിപ്പ് എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമായിരിക്കും. നമുക്കിനിയൊരു യുദ്ധം വേണ്ട. മറ്റൊരു മനോഹരമായ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും